ദേവപുരം രാജേന്ദ്രൻ. ഇതിൽ എനിക്ക് പറയാനാല് മനസ്സിലാക്കുന്ന ഇത് രണ്ട് രീതിയിൽ നോക്കിയിരുന്നാലും ഇത് അപകടം തന്നെയാണ്. ഒന്ന്, യഥാർത്ഥ കുട്ടി ജനിക്കുന്നില്ല. ഇപ്പൊ അവര് ജനിക്കുന്നില്ലേ? അതെ, ഇവര് ഇപ്പൊ IVF ചെന്നിരുന്നാൽ തന്നെയും കുട്ടി ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ ഗർഭം ധരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അവര് എടുക്കുന്ന തന്നെ അതേ ബീജം തന്നെ ആയിരിക്കില്ല അടുത്ത കുട്ടി ജനിക്കുന്നത്. പല കാര്യങ്ങളും എനിക്കറിയാം, അത് പറയാൻ നമുക്ക് ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവര് കുട്ടി ജനിക്കുന്ന ഉറപ്പ് കൊടുക്കുന്ന ഭാഗങ്ങളുണ്ട് പല സ്ഥലത്ത്. എല്ലാരും ചെയ്യണമെന്നൊന്നുമില്ല. 54 റെക്കോർഡ് ചെയ്ത് ഞാൻ അകത്ത് പോകാൻ തയ്യാറാണ്, അങ്ങനെയൊന്നുമില്ല. അകത്ത് പോകാൻ തയ്യാറാണ്. IVF 4 പ്രാവശ്യം എടുത്തതിന് ശേഷം ഞാൻ 20 വർഷത്തിന് മുമ്പ് പറഞ്ഞാൽ കുട്ടി ജനിക്കും, 3 മക്കളിൽ കൂട്ടി ജനിക്കും പറഞ്ഞിരുന്നു. പക്ഷെ 54 വയസ്സ് മെയിൻ പരിപാടി 54 വയസ്സും കുട്ടി ജനിച്ചില്ല. പക്ഷെ ആ കുട്ടി അവർക്ക് 54 അപ്പോൾ പറഞ്ഞ് മടുത്തു, ഇനി ഇല്ല, ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ രേഖ കിടപ്പുണ്ട്, അത് മാറ്റാൻ ആർക്കും പറ്റില്ല, എഴുതിയാക്കല്ലാതെ അത് മാറ്റാൻ എഴുതിയാക്ക് പോലും മാറ്റാൻ നോക്കില്ലെന്ന് പറഞ്ഞു. 54 വയസ്സ് കഴിഞ്ഞ എന്നെ വിളിച്ച് പറഞ്ഞു രാജൻ ഞാൻ നിങ്ങളെ അത്ര ഇതാക്കുന്നു എന്ന് പറഞ്ഞു. കാര്യം 3 കുട്ടികൾ ഒറ്റ പ്രസവം.